ഇലത്തുമ്പ് ഇടത്തോട്ടിടണം. ഇടത്തോട്ട് ഇലയിട്ട് ഇടക്കണ്ണിൽ നോക്കിയാൽ ഇല്ലാത്ത പെണ്ണിനെ സ്വപ്നം കാണൂന്ന. പൊട്ടം തന്നെ. ചോറ് അങ്ങോട്ട് വിളമ്പ് കൂട്ടി. മാടമ്പിയില ആദ്യമായിട്ട് വരുന്നവർക്ക് ഇലയിട്ട് നിലത്തിരുത്തി ചോറ് ഉളമ്പി കൊടുക്കണ പതിവ് പണ്ടേ ഉള്ളതാ. വിളമ്പുന്ന ഭക്ഷണം ബാക്കി വെക്കാതെ കഴിക്കുകയും വേണം. അതാ അതിന്റെ രീതി. ഒരു ഡയറ്റ്. ഭദ്രകാളിയുടെ കണ്ണ. ഇപ്പൊ ഇവള് ജപിച്ചു കൊടുക്കണ നാട്ടുമരുന്നും ഇവിടെയുള്ളവർക്കൊക്കെ ഫലിക്കണമെന്നാ പറച്ചില്. എല്ലാരും കൂടി ഓരോന്ന് പറഞ്ഞ് ഇവളെ അടുത്ത ദേവി വെക്കാൻ പോവാ. ഒന്നും പറയാണ്ടിരിക്കുക ഭേദം. ഗായത്രി കുഞ്ഞ് ഇവിടുന്ന് പോയതുകൊണ്ട് ദേവിയും ഭഗവതിയും ഒക്കെ ആവാണ്ട കഴിഞ്ഞു. ദേവിയോ? രസം, മോര്, പുളിശ്ശേരി. രസം. അപ്പൊ പിന്നെ ഡയറിയിൽ എഴുതിയിരുന്നതോ അമ്മുവിന്റെ കല്യാണത്തിന്റെ കൂടെ എന്റെ കല്യാണം നടക്കുമെന്നൊക്കെ. ദേവിയായ പിന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ? പറ്റില്ല എന്നാണല്ലോ അമ്മ പറഞ്ഞിട്ടുള്ളത്. പായസം? നോ താങ്ക്സ്. ഊണ് കഴിഞ്ഞാ മധുരം കഴിക്കണമെന്നാണ് വെപ്പ്. മധുരം കഴിക്കാതെ മലക്കം മറിഞ്ഞാൽ മധുരയ്ക്കും ഓർമ്മകൾ മാഞ്ഞു പോകും. മധുരം കഴിക്കാതെ മലക്കം മറിഞ്ഞാൽ മധുരയ്ക്കും ഓർമ്മകൾ മാഞ്ഞു പോകും. വെരി ഇൻട്രസ്റ്റിംഗ്. പഠിച്ചു. ആള് വിചാരിച്ച പോലെ അല്ല. ഒന്ന് ചിരിക്കേണ്ട മത്തായി ചേട്ടാ. ഓക്കെ. അപ്പോ എല്ലാവരുടെയും ഫോട്ടോ എടുത്തു. തൃപ്തിയായില്ലേ? അല്ല, അതെ, ഞാൻ കണ്ണടച്ചാന്ന് സംശയം. ഒന്നും കൂടെ എടുത്തേ. അത് കുഴപ്പമില്ല, ഇത് വീഡിയോ. അത് സാരല്ലോ, ഒന്നും കൂടെ എടുത്തു. അനന്തനെ ഇപ്പൊ എല്ലാവർക്കും നല്ലപോലെ മനസ്സിലായല്ലോ. മനസ്സിലായി. ഹെയർ സ്റ്റൈൽ കണ്ടാലറിയാം, നല്ല തലച്ചോറുള്ള മുടിയാ. ഈ സായിപ്പിന്റെ നാട്ടിൽ നിന്ന് വന്നതല്ലേ, വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കായിരുന്നു. നീഞ്ഞു വന്നേ. ഇത് മോനാ ശ്രീനി. അടുത്തൊക്കെ കഴിഞ്ഞു. ഇവൻ എവിടെയെങ്കിലും ഒരു പണിയാക്കി കൊടുക്കണം. ഇവിടെ നിന്നാ ഭക്ഷണമായേ ഉള്ളൂ. BA പാസ്സായി. പഠിച്ചതിന്റെ ദോഷിയായതൊക്കെ. ഞാൻ ഈ പട്ടും ചുറ്റി വാളും പിടിച്ച് നടക്കുന്നത് ഇവന് പുച്ഛ. ഷടാ, ലോകം പുരോഗമിച്ചെന്ന് കരുതി തന്ത തദ്ദയല്ലാതായി പോവോ? എന്നാ ഞങ്ങളങ്ങോട്ട് നടക്ക്. അതെ, രാമൻ ജോത്സരെ വിളിക്കണുണ്ട്. സാൻ ഫ്രാൻസിസ്കോ. ഇതങ്ങോട്ട് പിടിപ്പിച്ച അനന്ത കുഞ്ഞെ, നല്ല സ്വയംഭൻ സാധനമാണ്. എനിക്ക് വേണ്ട, നിങ്ങൾ പിടിച്ചോ. താൻ ഏതാണോ? മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അത് മുമ്പെങ്കിലും ഞാനിവിടെ വന്നിട്ടില്ല, അതാ കാണാത്തത്. എവിടെന്നാ വരവ്? നമ്മുടെ സാൻ ഫ്രാൻസിസ്കോ ഗവാസ്കർ വിസ്കിസ്കോ. പിന്നെന്താ കുടിക്കാത്തത്? അതെ, ഷാപ്പിൽ വന്നാ കുടിക്കണം. രണ്ടു ഞങ്ങൾക്ക് മാച്ചാട്ടെ. പിന്നെന്താ, 2-3 കുപ്പി കൊടുക്ക്. ഇതാണോ ദിഗംബരൻ? അയ്യോ അല്ല, ശിവപുരത്തെ കാറ്റുപോലും ദിഗംബരനോട് സംസാരിക്കും. ദ്രോഹിയാകും അവൻ. അവൻ ചെയ്തിരിക്കുന്ന ക്രൂരകൃത്യങ്ങൾക്ക് കൈയും കണക്കില്ല. ഒരിക്കലും എതിർക്കാൻ ശ്രമിച്ചപ്പോഴല്ലേ കളരിക്കളത്തിൽ വെച്ച് ചെമ്പന്റെ കണ്ണിൽ വിഷപ്പൊടിയിട്ട കാഴ്ച കളഞ്ഞത്. എന്നുവെച്ചാ അന്തരീക്ഷത്തെ വിഷപ്പൊടിയെടുത്തിങ്ങനെ കണ്ണിൽ അത്രേ. മാടമ്പിയിലെ മഹാമാന്ത്രികൻ മാധവക്കുരുക്കൾ മരണക്കിണറ്റിലിട്ടടച്ച ഈ ദിഗംബരന്റെ മുത്തച്ഛൻ സിദ്ധയോഗികളുടെ ശക്തിയാണത്രേ അയാൾക്ക്. കം ഓൺ മാൻ, നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പിടിപ്പിച്ചേ, താനെ വിശ്വാസം വരും. ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തു. ഇവിടെ പലരും കണ്ടതിന്റെ സിദ്ധന്മാരുടെ പ്രേതം. എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ നാട്ടില് പോലീസ് നിയമമൊന്നുമില്ലേ? പോലീസ് ഇവിടെ ഒരുത്തനുണ്ട്, പണിക്കര് പോലീസ്. അതെ, ബാമയ്ക്ക് ബാധകര് എല്ലാരും വന്നേ. ചെമ്പന്റെ പെങ്ങൾ ബാമയ്ക്കോ? ഇപ്പൊ വിശ്വാസായ ആഭിചാരകർമ്മങ്ങളുടെ ശക്തി കാരണമാ ദേഹമാസകലം പൊള്ളുന്ന പോലെ തോന്നും. കാല് നിലത്തുറക്കില്ല. എല്ലാം ദിഗംബരന്റെ ദുഷ്കർമ്മങ്ങൾക്ക് വേണ്ടിയാ. പാവാ സുഭദ്ര കുഞ്ഞ് ഇതുപോലെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടാവില്ലാന്നേ.
കഷ്ടം, ഓർമ്മയില്ലാത്തവൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? അല്ല ഈ കുട്ടി ശരിക്കും ആരാ? ചെമ്പന്റെ പെങ്ങളാ. ഏ? ആ ഇയാളുടെ പെങ്ങളോ? അതൊരു വലിയ കഥയല്ലേ. സുന്ദരിയായ ഒരമ്മ. ശ്ശോ, ബാക്കി പറഞ്ഞു. എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. നമ്മൾ മുഖത്ത് നോക്കിയ കാര്യം പറയും, ബാക്കി കാര്യം ഞാൻ ഏറ്റി. നമ്മളിപ്പോ എവിടെയാ പോണേ? ദിഗംബരന്റെ വീട്ടിലേക്ക് അതും മറന്നോ? ചെമ്പ ധൈര്യമായിട്ട് പോയിക്കോ, ഞങ്ങൾ ഇത്ര ആളുടെ പുറയിലുണ്ട്. അല്ല, പുതുമണവാളിന് ഇവിടെ ഇല്ലേ? വിശേഷം വല്ലത്? അപ്പഴേ നീ മറക്കണ്ട, ഈ മരുന്ന് രാത്രി കിടക്കണേന് മുൻപ് തേനിൽ ചേർത്ത് കഴിക്കണം, രണ്ടാളും. കുഴപ്പമൊന്നുമില്ലല്ലോടി. എന്ത് കുഴപ്പം? ഈ മരുന്നിനൊരു താമരമൊട്ടിന് വേണ്ടി ഞാൻ പെട്ട പാട്. പണ്ടേ താളിയോല ഗ്രന്ഥങ്ങൾ നോക്കി പഠിച്ച് വലിയ മുത്തശ്ശനുണ്ടാക്കി കൊടുത്ത മരുന്നായത്. എന്നിട്ടെന്താ, മുത്തശ്ശി 9 പെറ്റു. 9? എനിക്ക് അത്രയൊന്നും വേണ്ട. പിന്നൊരു കാര്യം, ഇതില് താമരമൊട്ട് ചേർത്തതുകൊണ്ട് നീ രാവിലെ കുളിച്ച് സൂര്യഭഗവാനെ നോക്കി തൊഴണം. സൂര്യന്റെ ഭാര്യയാണല്ലോ താമര. പിന്നെ ലക്ഷ്മിക്കുട്ടിയുടെ വാല് കൊണ്ടൊരു ആനവാൽ മോതിരം, ഇത് നീ എപ്പോഴും കയ്യിൽ അണിഞ്ഞിട്ടുണ്ടാവണം. ഇതും കൂടി കഴിഞ്ഞ നിന്റെ ദാമ്പത്യ ജീവിതം ശുഭകരം മോളെ. പിന്നെ മാടമ്പിയില് പുതിയൊരാൾ വന്നു കേട്ടു. ഒരു സാൻ ഫ്രാൻസിസ്കോ മുട്ടുമടക്കിന്നും കേട്ടു. ആര്? ഞാനോ? എന്റെ അടുത്ത് കളിച്ചാലുണ്ടല്ലോ, താമരമൊട്ടും തൊട്ടാവാടിയും കൂടി അരച്ച ഒരു പ്രയോഗമുണ്ട്. ഒടിഞ്ഞു കുത്തി എന്റെ പുറകെ നടക്കും. ഊത്ത താമരത്തണ്ട് തേടി വിളിക്കുന്നു. പനിമത്തി മുഖി വാലേ. ചെല്ലടി, ഓടി അവിടുന്ന്. ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്, ഫാന്റാസ്റ്റിക്. താമര, തണ്ടൊടിഞ്ഞ താമര. എന്റെ അടുത്ത് കളിക്കരുത് കേട്ടോ. നിങ്ങളുടെ സാൻ ഫ്രാൻസിസ്കോയിലൊക്കെ എങ്ങനെയാ പെൺകുട്ടികളുടെ രഹസ്യം പറയണതൊക്കെ ക്യാമറയിൽ? സാൻ ഫ്രാൻസിസ്കോയിൽ ഇങ്ങനെയല്ല. അതുകൊണ്ടാണല്ലോ ഞാനത് ഷൂട്ട് ചെയ്ത് അവിടെ പോയി കാണിക്കാൻ പോകുന്നത്. അമേരിക്കയിലെ ഫോക്സ് TV തുടങ്ങിയ എല്ലാ ചാനലുകൾക്കും ഞാനത് കൊടുക്കും. അവിടെ ഡൈവേഴ്സ് റേറ്റ് കൂടുതലാണല്ലോ. എന്നിട്ട് ഇത് കണ്ട സായിപ്പ് മദാമയും സൂര്യന്റെയും താമരയുടെയും പോലെ ജീവിക്കട്ടെ, പാവം. ഗോഡ് സോൺ കൺട്രിയിലെ മാടമ്പി തറവാട്ടിലെ കൈപുണ്യമുള്ളൊരു ഭദ്രക്കുട്ടിയുടെ വൈദ്യ സിദ്ധാന്തം. താമര എന്താ ഇത്? ആർക്കാ ഇവിടെ ഇപ്പൊ താമരപ്പൂ വേണ്ടേ? അല്ല, ഇവിടെ ഇപ്പൊ കിട്ടാൻ വിഷമമുള്ള സമയാ. അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. വെളിച്ചപ്പാട് വന്നേ. എങ്ങോട്ടാ? നമുക്ക് താമരപ്പൂ പറിക്കണ്ടേ? ജോലി മണപ്പിച്ചിന് ഒരു തുമ്പം കിട്ടിയില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സാറേ, പട്ടിയേം പൂച്ചയും കൊണ്ട് മണപ്പിച്ചാല് ഡെഡ് ബോഡി എന്ത് കഴിച്ചോന്നറിയാന്നല്ലാതെ കേസിനെ പറ്റി ഒരു തുമ്പും കിട്ടൂല. അതൊക്കെ നമ്മുടെ സാറ് കണ്ടുപിടിച്ചോളും. ഏത് ക്രിമിനലും ഒരു തെളിവെങ്കിലും ബാക്കി വെക്കും. പക്ഷെ ഇവിടെ തെളിവോ? എന്ത് തെളിവാ വേണ്ടത്? മരിച്ചത് രാമൻ ജോത്സ്യരാണെങ്കിൽ കൊന്നത് ദിഗംബരൻ തന്നെയാ.